രാത്രിയാണോ സൈക്കിൾ ഓടിക്കുന്നത്? പിന്നെ അല്ലാതെ. എന്താണ് നിന്റെ സൈക്കിളിന്റെ ലൈറ്റ് കത്തി? പകൽ എന്തിനാ ഏട്ടാ ലൈറ്റ്? ഓഹോ, പകല് ലൈറ്റ് വേണ്ടല്ലേ? ഇവിടേക്ക് ഒരുപാട് കാറ്റുണ്ടല്ലോ. പിന്നെ നിന്റെ ടയറിന് എന്തിനാണ് കാറ്റ്? പൊന്നി ഏട്ടാ അയക്കല്ലേ. ഇതെന്താണ് കച്ചവടത്തിന് പോണ? ഒരു ലാർജ്. എന്തിനാ സാറേ ആളെ കളിയാക്കണത്? ചേട്ടന്മാർക്കത് പതിവുള്ളതാ. കുടിക്കണില്ലേ? പിന്നെ സാധാരണ കല്ലൂർക്കാടന്മാർ വന്നാ ഒരു 3-4 സോഡാ കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട്. സാറങ്ങനെ അല്ലല്ലോ. അപ്പൊ ഞാനൊരു 3-4 ബീർ കുപ്പിയെങ്കിലും പൊട്ടിക്കണം. കല്ലൂർക്കാരന്മാരായിട്ട് വെല്ലുവിളിക്കാനുള്ളേ കല്ലൂർക്കാരന്മാരായിട്ട് വെല്ലുവിളിക്കാൻ ആരാണുള്ളേ? ഞാൻ ആരാണെന്ന് പറയാ മക്കളെ. ഞാനാണ് കല്ലൂർക്കാരൻ 5ാമത്തെ അനിയൻ. പേര് സത്യ. കുത്തി മലർത്തിയാൻ ചങ്കുറ്റളമാരെ വാള. ആർക്കാണ് സംശയം? ഒരു ഫുള്ളും കൂടെ എടുക്കണ. ഞാൻ ഇനിയും വരും. ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർക്കാടന്മാർക്ക് എന്റെ 1000 നന്ദി. മുതലാളി പറഞ്ഞതുപോലെ ചന്ദ്രാപ്പിന് സണ്ണിച്ചന്റെ ഒരു കാല് കൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സണ്ണിച്ചന്റെ നിലവിളി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കല്ലൂർക്കാടന്മാർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ഏൽപ്പിച്ചത്. പോയിട്ട് കാര്യമുണ്ടെന്ന് ഇഷ്ടാ. അപ്പളേ ആ കാശ കിട്ടിക്കൊള്ളായിരുന്നു. ഏത് കാശ്? ഏത് കാശെന്നോ മുതലാളി? കല്ലൂർക്കാടന്മാര് വേഷം കെട്ടുകൊണ്ടോ തല പിടിച്ചിടിച്ചാൽ മതിലിട്ട് പഠിച്ചെടുക്കും. ചൂടാകാതെ കല്ലൂർക്കാടാ. ഇന്നലെ അനിയൻ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി. അനിയനാ? ഏതനിയൻ? 5ാമത്തെ അനിയൻ. 5ാമത്തെ അനിയനോ? ആ മനസ്സിലായി. നമ്മുടെ 5ാമത്തെ അനിയൻ. എടോ മുതലാളി, അവനോട് ഞാൻ ചോദിക്കും, ഇനി അവനല്ല കാശ വാങ്ങിച്ചു വെച്ചാ പൂട്ടിന് പീരെ ഇടുന്ന പോലെ നല്ല അസൽ ഇടിയാ ഞാൻ ഇടിക്കും. മനസ്സിലായോ? വന്നേ. ഞാനല്ല കാശ് വാങ്ങിച്ചത്. ഞാനല്ല കാശ് വാങ്ങിച്ചെടുത്തത് പറഞ്ഞില്ലേ? ഇവന്റെ നാക്ക് മുറിച്ചെടുക്കടാ. ഇനി ഈ നാക്ക് ഇവന് വേണ്ട. ഹലോ, കല്ലൂർക്കാടൻ വർക്കി സ്പീക്കിംഗ്. കണ്ട ഇപ്പൊ വിശ്വാസമില്ലേ? ഞാനല്ലാന്നും പറഞ്ഞ് ഫോൺ വന്ന് കണ്ടില്ലേ? 10,000 + 5,000 15,000 രൂപയും വാങ്ങിയിട്ടുണ്ട്. കല്ലൂർക്കാടാ എന്താണോ പറയണോ? അനിയൻ എന്റെ കാര്യം പറഞ്ഞില്ലേ? 10,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. 15,000 + 10,000 എന്താ പ്രശ്നം? ഇവിടെ തന്റെ കാശ് മേടിച്ച ഇവനാണോ? അത് ഇയാളല്ല, മറ്റേയാളാ. മറ്റവനാ? ഇവനെ പിടികളാ. കത്തിയും കൂട്ടി കൊണ്ടുവന്നേ. ഞാൻ ഇയാളും അല്ല, 5ാമത്തെ അനിയനാ. ഏതാണ് 5ാമത്തെ അനിയൻ? അവൻ ഏത് കൊലകൊമ്പനായാലും ശരി, 24 മണിക്കൂറിനകം ഞാൻ അവനെ പൂട്ടും. എന്റെ ഈ നാക്കാണ് സത്യം. സത്യ കല്ലൂർക്കാടന്റെ 5ാമത്തെ അനിയൻ.
ഇങ്ങനെ കൊണ്ടുപോകണം നിന്റെ ഒരു എണ്ണല് ആളെ കല്ലൂക്കാരന്മാരായിട്ട് കളിക്കാനുള്ളത് മുലപ്പാല് വേണ്ട കേവലം നിപ്പിൾ പാല് കുടിച്ചിട്ടുള്ള മാരാണ് ഇറങ്ങി വേണം ചവിട്ട് മുടത്തിയാൽ ആരാ നിനക്ക് എന്താ ഓടെ അരി മേടിക്കാൻ വന്നത് പോടാ ഇത് വെച്ചോ സ്പെഷ്യൽ മേടിച്ചോ 2 കിലോ എന്താ പേര് കൊച്ചു കള്ളോ ഹലോ ആ തീയന്തോന്ന് ആടോ ഹലോ ഒന്നുകൂടെ വന്നേ. ഇങ്ങനെ ആടോ ഇവിടെ പുതിയതാണല്ലേ? പഴയതാ 10-28 വർഷത്തെ പഴക്കം കാണും. എന്താ പേര്? കല്ലൂർക്കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? കല്ലൂർക്കാടന്മാരുടെ 5ാമത്തെ അനിയൻ സത്യ. നീയാണ് 5ാമത്തെ തെണ്ടി അല്ലേ? കല്ലൂക്കാരന്റെ 5ാമത്തെ അനിയ? ഒന്ന് നിന്നേ. കല്ലൂക്കാരന്റെ സ്വന്തം അനിയനാണോ? എന്താ സംശയം? വെറുതെ ചോദിച്ചാ. എനിക്കൊരു സഹായം ചെയ്യൂ, ഒരു ചെറിയ സഹായം. എന്താ ആരെങ്കിലും കൊല്ലാനാണോ? അതിനൊന്നല്ല. ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കാണാം. ഏതാ വീപ്പ് കുറ്റിയോ? അതെ അത് തന്നെ. അയാളെ നാവ് പിടിച്ചു വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. ഒരു 1000 ഉറുപ്പിക ഞാൻ തരാം. ഒരു 2000 രൂപ വരോ? 2000 ഇട്. നോക്കണേ ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെകിടത്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്തു വേണം? എന്ത് തരും? ഒരു 100 രൂപ. 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? അവരടിക്ക് 500 രൂപ കുറഞ്ഞാൽ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500 പിടി. ഇതെന്ത് പാട്ട്? ഈ പാട്ടിന്ന് ഇവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മൊട്ടടിച്ചോ? എന്റെ ഗഫൂറേ, ഇപ്പൊ ഒരു രസം ഉണ്ടായടാ. ഒരുത്തം വന്ന് എന്റെ കരണക്കുറ്റിക്കൊണ്ട് ഒരു അടി തന്നു. ഞാൻ 500 രൂപ വേണമെന്ന് പറഞ്ഞു. അവ 600 രൂപ തന്നിട്ട് പോയി മണ്ടൻ. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. എന്നാ പിന്നെ മറ്റേ കരണക്കുറ്റും കാറ്റ് കൊടുത്ത് 500 രൂപ കൂടി വാങ്ങണ്ടേ? അതിനോ പോയില്ലേ? എന്റെ പൊന്നാര വർക്കി, അതാണ് 5ാമത്തെ അനിയൻ സത്യ. കൊല്ലു ഞാൻ. ചേട്ടാ, അറിയാൻ പാടില്ല, എനിക്കൊരു തെറ്റ് പറ്റിയത് എന്നോട് ക്ഷമിക്കണം ചേട്ടാ. അയ്യോ അങ്ങനെ അയ്യോ വേറെ എണ്ണം ചവിട്ടടാ. ഇതെന്താണ് സ്കൂൾ വിട്ട് പറഞ്ഞ മാതിരി? ചവിട്ടാ തണ്ടി. ചവിട്ടാ പാടി. ഒരു വീക്കാൻ പറ്റുന്നുണ്ട്. ആ ശനി തോന്നുന്നു അങ്ങോട്ട് നോക്കിക്കേ. ഗഫൂർക്കുണ്ടോ? ഗഫൂർ ഖാന്റെ ആരാ? ഭാര്യയാ. ഇതെന്റെ മക്കളാ. ഇതെന്താ അങ്ങനെ പായ കൊടുത്ത്? അത് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉടുത്തോണ്ട് നിക്ക. പാപ്പ ഇതൊക്കെ ആരാ പാപ്പ? പാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവരാ? ഇത് വർക്കി മാമ, ഇത് ബാലൻ മാമ, ഇത് ലൂക്കോ മാമ, എല്ലാം ബാപ്പന്റെ ഫ്രണ്ട്സാ. ഇന്നെന്താ നിങ്ങള് കമ്പനി പോയില്ലേ? ഈ മാസം ഇനി കൊട്ടേഷൻ ഇല്ല, അടുത്ത മാസം ചിലപ്പോ കണ്ടേക്കും. അതെ ലൂക്കോ ഒന്ന് വന്നേ.
എന്റെ ശരിക്കുള്ള പണി എന്താന്ന് എന്റെ മക്കൾക്ക് അറിയില്ല. അതറിഞ്ഞാൽ ഒരു ബേജാറാവും. പടച്ചോനെ വിചാരിച്ച പോലെ അത് അറിയിക്കരുത്. വാ.